നമ്മുടെ അടുക്കളയിലെ വിറകടുപ്പും പശ്ചിമേഷ്യയിലെ യുദ്ധവും തമ്മിൽ എന്താണ് ബന്ധം? വിറകടുപ്പിൽ പാകം ചെയ്യുന്ന വീട്ടമ്മമാർക്ക് ഇനി അല്പമൊന്ന് ആശ്വസിക്കാം. അമേരിക്കയും ഇറാനും ഇസ്രയേലും തൊടുത്തുവിട്ട മിസൈലുകളുടെ തീപ്പൊരികൾ നമ്മുടെ ചീനച്ചട്ടിയിലും വന്നു വീണിരിക്കുന്നുവെന്ന് പറയാം. അപ്പോൾ ഇനി ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. യുദ്ധം തുടങ്ങുന്നതിന് മുന്നേ ഇറാൻ വാണിംഗ് ചെയ്തതുപോലെ യുദ്ധം ആരംഭിച്ചതോടെ ലോകത്തിന്റെ 4/1 ചരക്കുകളും കടന്നുപോകുന്ന ഹോർമോസ് കടലിടുക്ക് ഇറാൻ അങ്ങ് അടച്ചു. ഒറ്റ ദിവസം കൊണ്ട് യൂറോപ്പിലെയും അമേരിക്കയിലെയും ഇന്ധനവില കുതിച്ചങ്ങ് കയറി. അവർ വിട്ട റോക്കറ്റുകളെക്കാൾ വേഗത്തിൽ. ദിവസങ്ങൾ മാത്രം എടുത്തുള്ളൂ നമ്മുടെ ഇന്ത്യയിലും ഇന്ധനക്ഷാമം രൂക്ഷമായിരിക്കുകയാണ്. പാചക ഇന്ധനക്ഷാമം അതിരൂക്ഷമായതോടെ മിക്കവാറും ഹോട്ടലുകളും ഇന്ത്യയിലെ പല നഗരങ്ങളിലും അടച്ചു, നമ്മുടെ കൊച്ചിയിൽ പോലും. മാത്രമല്ല, ഹോസ്റ്റലുകളെല്ലാം അടച്ചുപൂട്ടുന്നതിന്റെ വക്കിലുമാണ്. GCC രാഷ്ട്രങ്ങളിൽ മലയാളികൾ ഏറെ ഉണ്ടായതുകൊണ്ട് മാത്രമല്ല ഈ യുദ്ധം നമ്മെ ഇത്ര സാരമായി ബാധിക്കുന്നത്. ഈ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടെല്ലാമാണ് മിഡിൽ ഈസ്റ്റിലെ യുദ്ധം നമ്മുടെ അടുക്കളയിലും എത്തിച്ചേർന്നിരിക്കുന്നത്. ഇറാനെ തൊട്ടതോടെ കൈപൊള്ളുകയും ലോകസമ്മർദ്ദം സഹിക്കവയ്യാതെയും ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ യുദ്ധം ഇന്ന് അവസാനിച്ചാൽ പോലും ഈ പറഞ്ഞ ഇന്ധനക്ഷാമവും മറ്റു പ്രതിസന്ധികളും നേരെയാവാൻ, നോർമലാവാൻ മാസങ്ങളെടുത്തേക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, അടുക്കളയിൽ പാചകത്തിന് വിറക് ഉപയോഗിക്കുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് അല്പം മാത്രമൊന്ന് ആശ്വസിക്കാമെന്ന്. കാരണം ഈ പ്രതിസന്ധി വെറും ഇന്ധനക്ഷാമത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നതേയുള്ളൂ, അനുഭവിക്കാനിരിക്കുന്നതേയുള്ളൂ.